എഗ്ഗും ഈസ്റ്ററും തമ്മിലോട്ടുള്ള ബന്ധം എന്താന്ന് കഴിഞ്ഞ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കമന്റ് ഇട്ട ആളുടെ മാത്രം ഡൗട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വീഡിയോ കണ്ട പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഈ സെയിം കാര്യം. സോ അതിനുള്ളൊരു ക്ലാരിറ്റി ആയിട്ടാണോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ ക്രിസ്ത്യൻ തിയോളജി പ്രകാരം ഈ ഈസ്റ്റർ എഗ്സ് പുതുജീവൻ, അതായത് പുനർജന്മം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നതിനെയൊക്കെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു. ഓ, ഇത് വല്ലാത്തൊരു തിയറി ക്ലാസ് പോലെ ആയിപ്പോയോ? പറഞ്ഞു വന്നപ്പോൾ അത് കുറച്ച് ഇൻഡെപ്ത് ആയ പോലെ എനിക്ക് തോന്നുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ ഈസ്റ്ററും എഗ്ഗുകളും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ആയല്ലോ. എന്തൊക്കെയാണെങ്കിലും നല്ല ഭാഗ്യമുള്ള മുട്ടകളാണ് ഇതൊക്കെ. കണ്ണുമായും അതോടൊപ്പം തന്നെ ബ്ലഷും വരെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കാക്കിരി പീക്കിരി ക്രാഫ്റ്റ് വർക്കുകളെല്ലാം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് എനിക്ക് ഈ ഒരു വർക്കിൽ കിട്ടാന്നുള്ളത്. ഇതെല്ലാം ഒരു ടൈം പാസിന് ഉപരി നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും മൈൻഡ് എല്ലാം ഒന്ന് റിലാക്സ് ആക്കാനുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണോ ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ എല്ലാ ഇൻഡിവിജ്വലിനെയും സംബന്ധിച്ച് അത് ക്രാഫ്റ്റ് വർക്ക് തന്നെ ആയിരിക്കണം എന്നില്ല. ചിലർക്ക് അത് ഫ്രണ്ട്സ് ആയിട്ട് പുറത്ത് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖല എന്താണെന്നുള്ളത് കമന്റ് ചെയ്യൂട്ടോ. എനിവേ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.